ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിൻ്റെ ഉത്തരം നമ്മുടെ മുന്നിൽ തന്നെ അതൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ തന്നെ കുരുങ്ങിപ്പോയിക്കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരുപാട് വലുതാവുകയും അത് നമ്മളെ തന്നെ വിഴുങ്ങുകയും ചെയ്യും. എന്നൊരു കൊച്ചു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരുപാട് സമ്പന്നനായിരിക്കുന്ന, ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾക്കൊരിക്കൽ കണ്ണിനൊരു അലർജി വന്നു. കണ്ണിന് അലർജി വന്നപ്പോൾ അയാൾ അടുത്തുള്ളതായിരിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. എന്തൊക്കെ രീതിയിൽ നോക്കിയിട്ടും ആ അലർജിയുടെ കാരണം എന്തെന്ന് കണ്ടെത്താൻ ഡോക്ടർക്ക് പറ്റുന്നില്ല. പല വെറൈറ്റി മെഡിസിൻ കൊടുത്ത് നോക്കി, പല രീതികൾ നോക്കി. അങ്ങനെ അവിടുത്തെ ചികിത്സ കൊണ്ട് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ അയാൾ അതിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന വലിയൊരു സിറ്റിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. അവിടെ പോയി എല്ലാം നോക്കിയപ്പോൾ അവസാനം ആ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. ഇയാൾക്ക് കളറുകളോടുള്ളതായിരിക്കുന്ന അലർജിയാണ്. അതായത് പച്ച നിറം ഒഴികെ ബാക്കി എന്ത് നിറം കണ്ടാലും ഇയാൾക്ക് അലർജിയാണ്. അപ്പോൾ പച്ച നിറം കണ്ടാൽ അയാൾക്കൊരു കുഴപ്പമില്ല, ബാക്കി ഏത് കളറ് കണ്ടാലും ഉടനെ അയാളുടെ കണ്ണിൽ ആ അലർജി വരാൻ തുടങ്ങും. അപ്പോൾ കളേഴ്സിനുള്ളതായിരിക്കുന്ന അലർജിയാണ് അയാളുടെ രോഗം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ, നിങ്ങൾ കാണുന്നതൊക്കെ പച്ച നിറം കാണാനായിട്ടുള്ളതായിട്ടുള്ള കാര്യം ചെയ്യണം. അയാൾ അതിൽ ഇഷ്ടം പോലെ പൈസയാണ്, പണിക്കാരിഷ്ടം പോലെയാണ്. അയാൾ വീട്ടിൽ വന്നു, ഉടനെ തന്നെ കുറേ പണിക്കാരെ വിളിച്ചു വരുത്തി അയാൾ യാത്ര ചെയ്യുന്ന അയാളുടെ ഓഫീസ്, അയാളുടെ സ്ഥലങ്ങൾ, കാര്യങ്ങളൊക്കെ അയാൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെയൊക്കെ പച്ച കളറാക്കാനുള്ളതായിട്ടുള്ള ഓർഡർ കൊടുത്തു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാം പച്ച കളറാക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഉദാഹരണം നോക്കി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ഇതെന്തായാലും പച്ച കളറാക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ അങ്ങനെ പച്ച കളറാക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ. അതുകൊണ്ട് അയാൾക്ക് പലപ്പോഴും കണ്ണിൻ്റെ അലർജി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എവിടെയൊക്കെ പോകാൻ പറ്റുമോ, എന്തൊക്കെ പച്ചയാക്കാൻ പറ്റുമോ അതൊക്കെ സ്ഥിരമായിട്ട് ഇയാൾ പച്ചയാക്കിച്ചു കൊണ്ടുവരുന്നു. പൈസ ഇങ്ങനെ അനവധി ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, പച്ച കളറാക്കി. ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു ബുദ്ധിമാനായിട്ടുള്ള ആൾ വന്നു. അയാൾ നോക്കുമ്പോൾ അയാൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തെല്ലാം പച്ച മാത്രം. അപ്പോൾ അയാൾ ആ ഗ്രാമത്തിൽ ഒരാളോട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ എല്ലാ പെയിൻറ്റിങ്സും പച്ച, എല്ലാ സാധനങ്ങളും പച്ച, ഇതെന്താ പച്ച ഇങ്ങനെ ഇവിടെ? അപ്പോൾ പറയും, ഇവിടത്തെ ഏറ്റവും ധനാഢ്യനായിരിക്കുന്ന ഒരാൾ, ഞങ്ങളൊക്കെ മാനിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് കണ്ണിന് ഒരു അലർജി വന്നിരിക്കുന്നു. ആ അലർജിക്ക് പച്ചനിറം കണ്ടാൽ മാത്രമേ കുഴപ്പമില്ലാത്തുള്ളൂ, ബാക്കി എന്ത് കളർ കണ്ടാലും അദ്ദേഹത്തിന് പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരമാണ് ഞങ്ങളെല്ലാം പച്ചയാക്കിയിരിക്കുന്നത്, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ചിരി വന്നു പോയി. അങ്ങനെ അയാൾ ഇയാളുടെ വീട്ടിലേക്ക് പോയി, ഇയാളെന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ ആ കണ്ണിൻ്റെ അലർജിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ മുഴുവൻ പച്ചനിറം കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ചെറിയ റെമഡി ഉണ്ട് അതിന്, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ണിൻ്റെ അലർജി മാറുമെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, എന്നാൽ പിന്നെ വേഗം പറയും, ഞാൻ എത്രയോ കഷ്ടപ്പെടുകയാണ്, എന്തൊക്കെ പച്ചവർണ്ണം കാണിച്ചാലും എന്തെങ്കിലുമൊക്കെ അല്ലാത്ത കളർ കാണുകയും ചെയ്യും, ഞാൻ കണ്ണിൻ്റെ അലർജി അനുഭവിച്ചു കൊണ്ടും ഇരിക്കുകയാണ്, അതുകൊണ്ട് എന്താണെന്ന് വേഗം പറഞ്ഞുതരാൻ പറയും. അങ്ങനെ ഇയാൾ പറയാൻ, ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു പച്ച ഗ്ലാസ് ഇട്ടാൽ മതി. അയാളുടെ കണ്ണടേനെ പച്ച ഗ്ലാസ് ആക്കി അയാൾ മാറ്റി. അപ്പോൾ ആ കണ്ണട പച്ച ഗ്ലാസ് ആയപ്പോൾ അയാൾ എവിടെ നോക്കുന്നു, എല്ലാം അയാൾക്ക് പച്ച മാത്രമേ കാണൂ. അതുപോലെ ജീവിതത്തിൽ സിമ്പിളായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തമമായിട്ട് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യം. പക്ഷേ മനസ്സ് ആ കാര്യത്തിന് വലുതായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ച് അത് നമ്മളെ തന്നെ വിഴുങ്ങിക്കളയും. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ മനസ്സിന് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയും. ഒരു ലിമിറ്റിനുള്ളിൽ നിൽക്കാതെ മനസ്സിനെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചിന്തിക്കാൻ പഠിച്ച ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും. പക്ഷേ ചോദ്യം വരുന്നത്, മനസ്സിനെ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ വിധം എങ്ങനെ നമുക്ക് സാധിക്കും എന്നതാണ്. ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്, എപ്പോഴാണോ നമ്മൾ നമ്മളെ തന്നെ ഈ കൂട്ടിലടച്ച് കാണുന്നത് അത്ര സമയം വരെ നമുക്ക് നമ്മുടെ ചിന്തേനെയും ഒരു കൂട്ടിനുള്ളിൽ നിർത്താനേ സാധിക്കുള്ളൂ. ഞാൻ ഒരുപാട് മഹാത്മാക്കളുടെ ജീവിത കഥയെക്കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ അവരെല്ലാവർക്കും കണ്ട ഒരു സ്പെഷ്യാലിറ്റി, അവരാരും തന്നെ സ്വയം ഇനി ഞാൻ ആത്മാവെന്ന് ചിന്തിച്ചോ ഇല്ലയെന്ന് ചോദിച്ചാൽ ചിന്തിച്ചവരും ചിന്തിക്കാത്തവരും ഉണ്ട്. പക്ഷേ അവരൊരിക്കലും തന്നെ ഈ ഒരു കാണുന്നതായിരിക്കുന്ന ശരീരം, ആ ശരീരത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെതായിട്ടുള്ള ഭംഗി, അതിൻ്റെ പദവി, അതിൻ്റെ സ്ഥാനം, അതിൻ്റെ മാനം, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരേ അല്ല എന്നുള്ളതാണ്. ഞാൻ ആത്മാന്ന് വിചാരിച്ചോ ഇല്ലേ സെക്കൻഡ് ഫാക്ടർ. പക്ഷെ അവരുടെ തോട്ട്സിൽ, അവരുടെ വേർഡ്സിൽ, അവരുടെ ആക്ഷൻസിൽ ഈ ഒരു ലിമിറ്റിൽ നിന്ന് ഉപരിയായിക്കൊണ്ട്
എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും ഈ ദേഹത്ത് മാത്രം റിലേറ്റഡ് അല്ല. അത് നമ്മുടെ അന്തരാത്മാവിൻ്റെ ശക്തിയാണ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത്. എനിക്ക് നേടിയെടുക്കേണ്ട അറിവിൻ്റെ തലങ്ങൾ, ഞാൻ ലോകത്തിനു വേണ്ടി ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സ്വന്തം മനസ്സിനെ ഈ ഒരു കൊച്ചു ലോകത്ത് നിന്ന് പറക്കാൻ വിട്ടവർ മാത്രമാണ് ഈ ലോകത്ത് എന്തെങ്കിലും നേടിയവർ. എന്നാൽ എല്ലാവരെ കൊണ്ടും അങ്ങനെ പറക്കാനായതും യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നും എനിക്കറിയാം. അതിന് പക്ഷേ പറക്കാനുള്ള ഒരു ഉത്തമ വിധി അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആത്മാവിനെ വാളുകൊണ്ട് വെട്ടാനാവില്ല, തീ കൊണ്ട് കത്തിക്കാനാവില്ല, കാറ്റിന് പൊടിക്കാനാവില്ല, വെള്ളത്തിന് നനയ്ക്കാനാവില്ല എന്ന് എഴുതിയിരിക്കുന്നു. ആ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ചൈതന്യ ശക്തി, ഇത് ഇനി ഞാൻ ആത്മാന്ന് വിശ്വസിക്കില്ല, ഞാൻ ഈശ്വരല്ല എന്ന് വിശ്വസിക്കുന്നില്ല, ആയിക്കോട്ടെ. രണ്ട് ഭാഗം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മാനിക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ ഭാഷയിൽ, ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പോലെ, ഒരു മൊബൈലാണെങ്കിൽ അതിൻ്റെ സിമ്മും അതിൻ്റെ ബോഡിയും പോലെ. സിമ്മില്ലാതെ ഒരു മൊബൈലിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവില്ല, ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാനാവില്ല. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുമുണ്ട് നമ്മുടെ മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നതായിരിക്കുന്ന സോഫ്റ്റ്വെയർ, അത് സൂക്ഷ്മമായിരിക്കുന്ന ശക്തി. ആ ശക്തിനെ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറന്നെത്താൻ പറ്റാത്ത ലോകങ്ങളുമില്ല, അതിനെ സ്വന്തമാക്കാൻ സാധിക്കാത്തതൊന്നുമില്ല. ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ അധികാരിയാക്കാൻ വേണ്ടി ആ ചെറിയ അതിസൂക്ഷ്മമായിരിക്കുന്ന ശക്തിക്ക് സാധിക്കുന്നതേ ഉള്ളൂ. ആ ശക്തിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന, ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള പ്രോഗ്രാമിംഗ് കൊടുക്കുന്ന ഈ ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജമാണ് ഞാനിന്ന് വിചാരിക്കുന്നതോടെ നോർമൽ ലൈഫിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ മകളാകുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുമ്പോൾ ഭാര്യയാകുന്നു, ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ അമ്മയാകുന്നു, ഞാൻ എൻ്റെ ഓഫീസിലെത്തുന്ന സമയത്ത് സ്റ്റാഫാകുന്നു. ഈ ഞാനെന്ന് പറയുന്ന എന്നെ തിരിച്ചറിയും. കുറച്ച് സമയം ആ ഞാൻ എന്നെ കണ്ടെത്താൻ വേണ്ടി, എന്നെ റിയലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഈ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 4 hours എന്ന് പറയും. ഒന്നുകിൽ നമ്മുടെ റോൾസ്, അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീൻ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഈ 4 R എന്ന് പറയുന്നതായിരിക്കുന്ന 4 ഘടകങ്ങളുടെ ഒരു ചുമരിൻ്റെ ഉള്ളിൽ എല്ലാവരും നമ്മളെ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിലൊരു പ്രോബ്ലം വന്നാൽ അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്കാവില്ല. നമ്മുടെ കൂട്ടുകാരിക്കൊരു പ്രശ്നം വന്നാൽ ഉത്തരം കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം നിങ്ങൾ ഈ ഒരു മറയുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ റൂട്ടീൻ നമുക്ക് പ്രോപ്പറായി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം, എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം നിങ്ങൾ അതിനുള്ളിൽ ബന്ധിപ്പിച്ചു വെച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായിരിക്കുന്ന റോളുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റെ ഉള്ളിൽ കുരുക്കി നിന്നുകൊണ്ട് ഞാൻ ഇന്ന ആളല്ലേ, എനിക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമോ, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളല്ലേ, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് അതല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ റോളുകളുള്ളിൽ നിങ്ങൾ സ്വയം ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും മാറാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ തന്നെ ഈ 4 R എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മതിലിനുള്ളിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാതിരിക്കുന്നതും, ഒരുപാട് നമ്മൾ കരഞ്ഞ് കരഞ്ഞ് വിഷമിക്കുന്നതും, മറ്റാരോടെങ്കിലുമൊക്കെ എനിക്കൊരു സൊല്യൂഷൻ തരുമെന്ന് ചോദിക്കേണ്ടി വരുന്നതും. ആ 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കണം എന്നുണ്ടെങ്കിൽ ആ ചുമരിൻ്റെ ഉള്ളിൽ ആക്ട് ചെയ്ത് നമ്മൾ ആര് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ശക്തിയെ കാണാൻ, അറിയാൻ, മനസ്സിലാക്കാൻ, ദിവസവും സ്വയം നമ്മളെ അറിയാൻ വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കൂ. മനസ്സിനെ ഈ എല്ലാ ബന്ധനത്തിനും സ്വതന്ത്രമായിക്കൊണ്ട് ആ പരമമായിരിക്കുന്ന ശക്തിയുമായി, എല്ലാത്തിൻ്റെയും സ്രോതസ്സായിരിക്കുന്ന ഈശ്വരനുമായിട്ട് ലിങ്കിൽ കൊണ്ടുവരൂ. എന്നാൽ എല്ലാ പ്രോബ്ലത്തിനും ഉത്തരം കണ്ടെത്താനുള്ളതായിരിക്കുന്ന ശക്തി അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. അത് ഉണർത്തിയെടുക്കാനും പറ്റും, ഉണർന്നു വരികയും ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരെ കൂടെ സഹായിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണ്. മറ്റാര് പറഞ്ഞു തന്നാലും നമുക്ക് അതിൻ്റെ അപ്പുറത്തൊരു കാര്യം നമ്മൾ കണ്ടെത്താൻ പറ്റും. നമ്മളൊരു ഉത്തരം കണ്ടെത്തിയാൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുകയും ചെയ്യും. ആ ഉത്തരം കണ്ടെത്തണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരണോ, നിങ്ങൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണം. ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണോ, ആദ്യം ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം.
നമ്മൾ വോൾക്കാനൊക്കെ കണ്ടിട്ടില്ലേ, അത് എവിടെയാണോ വീക്ക് പോയിൻ്റ് അതിലൂടെയാണ് പുറത്തേക്കുള്ള പ്രവാഹം. അതുപോലെ നമ്മുടെ ഉള്ളിലെ ശക്തികളെ ഒരു സ്ഫോടനത്തിലൂടെ പുറത്ത് കൊണ്ടുവരിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് മെഡിറ്റേഷൻ. അത് പ്രാക്ടീസ് ചെയ്യണം. ദിവസവും അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. എന്നാൽ ഈ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന നമ്പർ 1 പേഴ്സണാലിറ്റി നിങ്ങൾ തന്നെയാവും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.